അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ടെക്നിക്സ് ടു എൻഹാൻസ് ജോബ് ത്രൂ റീഡിസൈൻ ആണ്. അതിൽ ജോബ് എൻലാർജ്മെൻറ്റ് എന്താണെന്ന് അറിയാം. ഈവൻ സെക്കൻഡ് പോയിന്റ് ലോഡ്സ് ജോബ് വേർട്ടിക്കലി, അതെന്താണ്? ജോബ് എൻറിച്ച്മെൻ്റ് ആണ്. നമ്മളിപ്പോൾ അത് കുറേ തവണ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ എങ്ങനെയൊക്കെയാണ് ജോബ് എൻറിച്ച്ഡ് ആക്കുന്നത് എന്ന് പറഞ്ഞു. അവരുടെ വർക്കേഴ്സിന് അവരുടെ തന്നെ വർക്ക് ഷെഡ്യൂൾ ചെയ്യാനും മെത്തേഡ് ഡിസൈഡ് ചെയ്യാനും പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കുമ്പോഴും അവരെ സൂപ്പർവൈസ് ചെയ്യുമ്പോഴും ഒക്കെ എന്താണ്, അവർക്ക് ബേസിക്കലി റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോൾ അവരുടെ ജോബ് വെർട്ടിക്കലി, അതായത് എൻറിച്ച്ഡ് ആകും. പിന്നെ ഓപ്പൺ ഫീഡ്ബാക്ക് ചാനലാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏബിൾ ടു റിസീവ്, അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുക. ആൻഡ് അവരുടെ ജോലി തന്നെയാണ്, നമ്മൾ പറയില്ല എപ്പോഴും ഇൻട്രിൻസിക് മോട്ടിവേഷനാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അവരുടെ ജോലി തന്നെ അവർക്ക് ഫീഡ്ബാക്ക് തരും. പ്ലസ് പിയേഴ്സും അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡേറ്റാബേസസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പെർഫോമൻസ് അപ്രൈസിലൊക്കെ പോലെ അവർക്ക് അങ്ങനത്തെ ഓൺലൈൻ മെത്തേഡ്സ് കൊണ്ട് ഫീഡ്ബാക്ക് കിട്ടുക. പിന്നെ നാച്ചുറൽ വർക്ക് ടീംസ് ആണ്, അതായത് നല്ലൊരു ടീം കിട്ടുക, അതായത് വർക്ക് ഫ്ലോ സീക്വൻസ്, ബ്രിങ്ങിങ് പീപ്പിൾ ടുഗെദർ. അതായത് ഈ നമ്മൾ പറയില്ലേ ജോലിക്കും അപ്പുറം അതൊരു കുടുംബമൊന്നും ആവത്തില്ല, പക്ഷേ വെൻ ദർ ഇസ് ആൻ ഐഡൻറ്റിഫിക്കേഷൻ, ഞങ്ങളെല്ലാവരും ഒരുപോലെയാണ്, ഒരേ ഗോളിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്, അങ്ങനെ വരുമ്പോഴും അവർക്ക് ആ ജോലി കുറച്ചും കൂടെ നന്നാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ടീം ഔട്ടിങ്സും ടീം ലഞ്ചും ഒക്കെ പോകുന്നത്, അല്ലെങ്കിൽ ടീം ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു നാച്ചുറൽ വർക്ക് ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജോബ് ഇനി പക്ഷേ ഈ പരിപാടി ഡിസൈൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണെങ്കിലും അത് യാഥാർത്ഥ്യമാകാം, പ്രാക്ടിക്കലി ഇറ്റ് ഹാസ് സർട്ടൻ ഡിഫിക്കൽട്ടീസ് വൈൽ എസ്റ്റാബ്ലിഷിങ് ഇറ്റ്. അല്ലെങ്കിൽ ഓക്കെ, അത് എന്തൊക്കെയാണ്? ഒന്ന്, ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പാടാണ്. രണ്ട്, പലർക്കും അവനവൻ്റെ ജോലിനെക്കുറിച്ച് ഒരു ഡിസ്റ്റോർട്ടഡ് വ്യൂ ഉണ്ടായിരിക്കാം, അല്ലേ? അപ്പം എന്താ പറയുക, എൻ്റെ ജോബിന് ഇന്ന കാര്യങ്ങളൊക്കെ വേണം, അങ്ങനെ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദർ ആർ സം ഡിസ്റ്റോർട്ടഡ് വ്യൂസ് ആയിരിക്കും. പിന്നെ റെസിസ്റ്റൻസ് ടു ചേഞ്ച്. എന്താ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇതിനു മുമ്പ് നിങ്ങൾ സോഷ്യൽ സൈക്കോളജി പഠിച്ചിട്ടുണ്ടല്ലോ. പെർസുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ തള്ളുക. അപ്പോൾ ജോബ് റീഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലുള്ള പെർസുവേഷനാണ്, അല്ലേ? നമ്മുടെ ജോബ് കുറച്ചും കൂടെ മീനിങ് ഫുൾ ആവാനും ഹാപ്പി ആവാനും ഒക്കെ. അപ്പോൾ ഉറപ്പായിട്ട് ഒരാൾ ഒരു കാര്യം ചെയ്യാൻ പറയുമ്പോൾ നമ്മുടെ ഒരു സ്വാഭാവികമായ ഒരു നേച്ചറാണ് റെസിസ്റ്റൻസ് കാണിക്കുക എന്നുള്ളത്, അല്ലേ? സോ അതാണ് റെസിസ്റ്റൻസ്. പിന്നെയുള്ളത് സൂപ്പർവൈസേഴ്സ് ഫിയർ ആണ്. ഇപ്പം നമ്മൾ പറയില്ലേ എനിക്ക് താഴെ, ഇപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാം, ഒബിയിലെ എല്ലാ കാര്യവും അറിയാമെങ്കിൽ പിന്നെ എനിക്ക് റെലവൻസ് ഇല്ലാതെ ആയി പോവില്ലേ? അപ്പോൾ സൂപ്പർവൈസേഴ്സിനൊരു ഫിയർ ഉണ്ടാകും, അതായത് അവരുടെ ജോലി അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അവരുടെ റോള് മാറുമോ എന്നുള്ളത്. പിന്നെ ചില സമയത്ത് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് വർക്ക് എഫിഷ്യൻസിനെ കൂടിയാലും പെർഫോമൻസ് ചിലപ്പോൾ എന്തുണ്ടാകും, കുറയാനുള്ള. പെർഫോമൻസ് മേ ഫെയിൽ ഇഫ് സ്പെഷ്യലൈസേഷൻ റെഡ്യൂസസ്. അപ്പോൾ ചിലപ്പോൾ എന്താണ്, സ്പെഷ്യലൈസേഷൻ കൂടുമ്പോഴത്തേനും നമ്മുടെ പെർഫോമൻസ് അല്ലെങ്കിൽ കുറയാനുള്ള ചാൻസ് ആയിരിക്കും. എപ്പോഴായിരിക്കും? എംപ്ലോയി മോട്ടിവേഷൻ കുറയുമ്പോൾ. പിന്നെയുള്ളതാണ് റിക്രൂട്ടിങ്ങും ട്രെയിനിങ് കോസ്റ്റും ഒക്കെ കൂടും. പേറോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കൊക്കെ സാലറി കൊടുക്കുന്നു എന്നുള്ളത്. അപ്പോൾ സാലറി കൂടും, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റിക്രൂട്ട് ചെയ്യാൻ പൈസ വേണം. ഇപ്പം നിങ്ങൾക്കറിയാം ഈ ഏജൻസീസ് ഉണ്ട്, HR ഏജൻസീസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ നാളെ ഒരു OBയിൽ ജോലി കിട്ടുവാണെങ്കിൽ നിങ്ങളങ്ങ് പോകത്തില്ല, മറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസിയിൽ പോയി അവർ നിങ്ങൾക്ക് വേണ്ടി ഓപ്പണിങ്സ് വരുമ്പോൾ അവർ പറയും ഓക്കെ ഇന്ന സ്ഥലത്ത് പോകുമെന്ന് പറയും. അങ്ങനെ അവരായിരിക്കും റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ ഏജൻസീസിന് കമ്പനീസ് പൈസ കൊടുക്കണം. അതാണ് റിക്രൂട്ടിങ് ഏജൻസീസ് ഉണ്ട്, ട്രെയിനിങ് ഇതുണ്ട്. പിന്നെ ഉറപ്പായിട്ടും ശമ്പളം ഒത്തിരി പേർക്ക്, ഒത്തിരി ടൈപ്പ് ഓഫ് ജോലി ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി പേരെ വെക്കുമ്പോൾ എന്തുണ്ടാവും? പേറോളും കൂടും. സോ ഇതൊക്കെയാണ് ഒബ്സ്ട്രക്കിൾസ്. ഇനിയുള്ള രണ്ട് ടോപ്പിക്, ഇനി രണ്ട് ടോപ്പിക്കും കൂടെ ഉള്ളൂ. ഒന്നാമത്തേതാണ് മോട്ടിവേഷൻ, എന്താണ് എംപവർമെൻറ്റ്. ഈ കോൺസെപ്റ്റും അതുപോലെ തന്നെ അടുത്ത ടോട്ടൽ ക്വാളിറ്റി ഓഫ് വർക്ക് എന്ന് പറയുന്ന അല്ലെ TQM, ഈ 3 കോൺസെപ്റ്റും നിങ്ങൾ അടുത്ത സെമസ്റ്ററിലും കൂടെ വരുന്ന കോൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ബേസിക്കലി ഇതൊരു അടുത്ത സെമസ്റ്ററിൻ്റെ തന്നെ, ഈ സെമസ്റ്ററിൽ ഇതിന് അത്ര റെലവൻസ് ഇല്ലെങ്കിൽ പോലും അടുത്ത സെമസ്റ്ററിൽ ഇതുണ്ട്. അപ്പോൾ എന്താണ് എംപവർമെൻറ്റ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി പറഞ്ഞത് നമുക്ക് പല രീതിയിൽ മോട്ടിവേഷൻ നടത്താം. നമ്മൾ പറഞ്ഞു തിയറീസും ഒക്കെ നമ്മൾ പറഞ്ഞു, ജോബ് എൻറിച്ച്മെൻറ്റും ഒക്കെ പറഞ്ഞു. ഇനി വേറൊരു ടെക്നിക്കാണ് എംപവർമെൻറ്റിലൂടെയും നമുക്ക് മോട്ടിവേഷൻ കൊടുക്കാം. സോ വാട്ട് ഈസ് എംപവർമെൻറ്റ്? ഡിസ്ക്രൈബ്സ് ദ കണ്ടീഷൻ ദാറ്റ് എനേബിൾ പീപ്പിൾ ടു ഫീൽ കോമ്പീറ്റൻറ്റ്. നമ്മൾ പറഞ്ഞില്ലേ ഒരാൾക്ക് സ്വയം ഞാൻ കോമ്പീറ്റൻ്റ് ആണ്, എനിക്ക് എൻ്റെ സ്ഥലത്ത് കൺട്രോൾ ഉണ്ട്, എന്താ പറയുന്നത്, എനിക്ക് ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല എനർജി തോന്നും, അല്ലെ എൻ്റെ ടാസ്ക് മീനിങ് ഫുൾ ആണ്, ഇങ്ങനെയുള്ളതൊക്കെ ഒരു ധാരണ. അത് ബേസിക്കലി പറഞ്ഞാൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലേ? എംപവേർഡ് എന്ന് പറഞ്ഞാൽ ഐ ആം നോട്ട് എ വെരി സില്ലി പേഴ്സൺ, ഐ ആം ഈക്വലി ഇമ്പോർട്ടൻ്റ് എന്ന് തിരിച്ചറിയുന്ന ആ ഒരു കണ്ടീഷനെയാണ് എംപവർമെൻറ്റ്. നമ്മൾ പറയില്ലേ ശാക്തീകരണം, അതാണല്ലോ എംപവർമെൻറ്റ് എന്ന് പറയുന്നത്. സോ എംപവർമെൻറ്റ് ഇനി എങ്ങനെയൊക്കെ എംപവർമെൻറ്റ് വരുന്നത്? നമുക്ക് സ്വയം എംപവേർഡ് ആക്കാം, പിയേഴ്സിന് നമ്മളെ എംപവർ ചെയ്യാം, അല്ലെങ്കിൽ
നമ്മുടെ ഫ്രണ്ട്സ് പറയാം ഓക്കെ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അല്ലെ മാനേജർ പറയാം. ഇതൊക്കെ ഒരു എംപവർമെൻറ്റിൻ്റെ രീതിയാണ്. എംപവേർഡ് ആവുമ്പോൾ കാണിക്കുന്ന പ്രത്യേകതകൾ എന്താണ്? നമുക്ക് സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം കൂടും, സെൽഫ് എഫിക്കസി, എബിലിറ്റി ടു ഡു എ പർട്ടിക്കുലർ ടാസ്ക്, അതുണ്ട്. ടാസ്ക് ഡയറക്റ്റഡ് ബിഹേവിയേഴ്സ്, ഇതൊക്കെ ഇംപ്രൂവ് ആകും. നമുക്കറിയാം നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളത്. ഇനി എംപവർമെൻറ്റ് 2 രീതിയിലാണുള്ളത്. ഒന്ന് സെൽഫ് ഇനീഷ്യേറ്റഡ് എംപവർമെൻറ്റും, 2 എംപവർമെൻറ്റ് ബൈ അതേഴ്സും. പീപ്പിൾ ഹു ആർ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ്, നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ഓൾറെഡി ഒരാൾ വളരാനുണ്ടെങ്കിൽ അയാൾ തന്നെ ചെയ്യും. എന്താണ്? അയാളുടെ പേഴ്സണൽ എഫേർട്ടിൽ കൂടുതൽ നല്ല എന്താ പറയുന്നത്, അയാളുടെ ജോബും അല്ലെ പവർ മോട്ടീവ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അയാൾ എഫേർട്ട് ഇടും. സോ there are entrepreneurs who are willing to take chances and work actively. അപ്പം ഈ സെൽഫ് ഇനീഷ്യേറ്റഡ് എംപവർമെൻറ്റ് നിങ്ങൾ ഈ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല ബിസിനസ് സ്ഥാപനങ്ങളും നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോകും, ഇവർക്ക് ഈ ഐഡിയ ഒക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഹാവ് യു എവർ നോട്ടീസ് ദാറ്റ് ചിലരുടെ എന്താ പറയുക ജോബ് പ്രോസ്പെക്റ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി പ്രോസ്പെക്റ്റീവ് തന്നെ കേൾക്കുമ്പോൾ, ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ലേഡി വിമൻ ഓൺട്രപ്രണർ അവർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അവർ വെജിറ്റബിൾ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ് അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. സോ ഈ ജോലി അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ ഷീ യൂസ് ടു ലവ് കട്ടിങ് ദി വെജിറ്റബിൾസ്. അപ്പോൾ എന്ത് ചെയ്തു, അവർ അതിനെ ബിസിനസ്സാക്കി മാറ്റി. സോ ദിസ് കൈൻഡ് ഓഫ്, അതൊരു റിസ്ക് ആണ്. കാരണം വെജിറ്റബിൾസ് എന്താണ്, നമ്മൾ പറഞ്ഞാൽ ചീത്തയായി പോകും നന്നായിട്ട് മാർക്കറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ, ബിക്കോസ് അതൊരു ലോങ് ലിവ് പ്രൊഡക്റ്റ് അല്ലല്ലോ. സോ ഈ എംപവേർഡ് ആയിട്ടുള്ളവരാണ് ദേ ടേക്ക് റിസ്ക്, ദേ ആർ വില്ലിങ് ടു ടേക്ക് ചാൻസസ്, വർക്ക് ആക്റ്റീവ്ലി, ദേ ലൈക്ലി ടു ഇംപ്രൂവ് ഓർഗനൈസേഷണൽ. അവരായിരിക്കും എന്ത് ചെയ്യുന്നത്, അവരുടെ ടാസ്ക് കുറച്ചും കൂടെ വാല്യുബിൾ ആക്കും. സോ അതാണ് സെൽഫ് അസൈൻഡ് ഇനീഷ്യേറ്റഡ് എംപവർമെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ തന്നെ നമ്മുടെ എംപവർമെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് സെൽഫ് ഇനീഷ്യേറ്റഡ് എന്ന് പറയുന്നത്. നമ്മൾ അതിനുള്ള സ്റ്റെപ്സ് എടുക്കും. ഇനി എംപവർമെൻറ്റ് ബൈ അതേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൊളീഗ്സോ കോവർക്കേഴ്സോ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ചുറ്റിനുമുള്ളവരൊക്കെ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നതിനെയാണ് എംപവർമെൻറ്റ് ബൈ അതേഴ്സ്. വൺ ഫീൽസ് എംപവേർഡ് ഇൻ എ ഗ്രൂപ്പ് വെൻ വൺ ഈസ് റെസ്പെക്റ്റഡ്. അപ്പം നമുക്കറിയാം നമ്മളെപ്പോഴും എംപവേർഡ് ആവുന്നത് എന്താ? ഇപ്പം ഈ സെൽഫ് ഇനീഷ്യേറ്റഡ് എംപവർമെൻറ്റിൻ്റെ ഒരു ഫാക്ടറാണ് ഇക്കണോമിക്കൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. സോ വെൻ യു ഹാവ് ആൻ ഇക്കണോമിക്കൽ ഡിപ്പെൻഡൻസി യു ആർ സെൽഫ് എംപവേർഡ് ആണ്. മനസ്സിലായോ? ഇനി നിങ്ങൾ സമ്പാദിച്ചു എന്ന് മാത്രമല്ല, നിങ്ങൾ സമ്പാദിക്കുന്ന പൈസ നിങ്ങൾക്ക് തന്നെ ചെലവഴിക്കാൻ ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ അതിനെയാട്ടോ ഈ പറയുന്നത്. അടുത്തത് എംപവർമെൻറ്റ് ബൈ അതേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നത്, നമ്മളെ ഭയങ്കര നല്ലതാണ് ട്രീറ്റ് ചെയ്യുന്നത് ആസ് എ പ്രൊഫഷണൽ, റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് മറ്റുള്ളവർ ഉപദേശങ്ങൾ നേടുമ്പോൾ, നമ്മുടെ അടുത്ത് ആൾക്കാർ എപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾ മാനിക്കുമ്പോൾ, നമ്മളെ അവരൊരു അവസാന റിസോർട്ടായിട്ട് കാണുമ്പോൾ, നമ്മളെ എല്ലാത്തിലും കൂട്ടാൻ ശ്രമിക്കുമ്പോൾ, ഇപ്പോഴൊക്കെ നമുക്ക് ഞാൻ ചില്ലറ ആളല്ല, ഐ ഫീൽ വർത്ത്, അല്ലേ? സോ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് എംപവർമെൻറ്റ് ബൈ അതേഴ്സ്. ഓക്കെ, ഇനി അടുത്താണ് എംപവർമെൻറ്റ് ബൈ മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇതാണ് ബിഹേവിയർ. കാരണം നമ്മുടെ എന്താ പറയുന്നത്, എബോവിൽ വർക്ക് ചെയ്യുന്ന സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ഒരാൾ നമുക്ക് തരുന്ന റെസ്പെക്റ്റ് ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ. സോ അതാണ് ദ എംപവറിങ് മാനേജർ. ഇങ്ങനെയുള്ള മാനേജേഴ്സ്, ചില മാനേജേഴ്സ് നമുക്ക് എംപവർമെൻറ്റ്, അവർ നമുക്ക് പവറും ഓട്ടോണമിയും ഒക്കെ തരും. എന്തിനു വേണ്ടി? അവരുടെ സബോർഡിനേറ്റ്സിന്. ആൻഡ് എനേബിൾസ് ദം ടു ബി സെൽഫ് മോട്ടിവേറ്റഡ്. സോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അവർ എല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കില്ല, എൻ്റെ കുത്തക എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കത്തില്ല. ദി ഷെയർ ഇറ്റ് വിത്ത് ദ സബോർഡിനേറ്റ്സ്. ബിക്കോസ് നമുക്ക് അറിവുകൾ, നമുക്ക് ചില കാര്യങ്ങളാണ് നമുക്ക് പവർ തരുന്നത്, നമുക്ക് റെക്കഗ്നിഷൻ തരുന്നത്. ഇത് വേറൊരാൾ ഷെയർ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെയ്തോളണമെന്നില്ല. സോ അതുകൊണ്ടാണ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഒരു സിസ്റ്റം ആയിരിക്കും നമുക്ക് എല്ലാ കാര്യങ്ങളും. സിസ്റ്റത്തിന് ആക്സസ് ഇല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. സോ ഇൻഫർമേഷൻ ടെക്നോളജി നമുക്ക് ഡിസൈറബിൾ ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാൻ സഹായിക്കും. മാനേജേഴ്സ് ഹു ഡെലിബറേറ്റ്ലി വർക്ക് ടുവേർഡ്സ്, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? മറ്റുള്ളവർ ഈ എംപ്ലോയിക്ക് അവരുടെ തന്നെ ഒരു വിഷനിൽ കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ ചെയ്യും. അവരെ പ്രൊജക്ട്സിൻ്റെ ചാമ്പ്യനാക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കും അവരെ കൊണ്ട്. അവരെ ഇംപ്രൂവ് പ്രാക്ടീസസ് കൺസിസ്റ്റൻറ്റ്, അതായത് എന്താ പറയുന്നത്, അവരുടെ പ്രവൃത്തി ഓർഗനൈസേഷൻ്റെ ഗോളുമായിട്ട് ഈക്വൽ ആവുന്ന പോലത്തെ പ്രാക്ടീസസ് എല്ലാം ചെയ്യാൻ കൂടുതൽ അവസരം കൊടുക്കും. ഇൻ ഇഫക്റ്റ് അവർ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആകും. മനസ്സിലായി? സോ ബേസിക്കലി പറഞ്ഞാൽ ഇങ്ങനെ എല്ലാം തൻ്റെ കീഴിൽ മാത്രം പിടിച്ചു വെക്കാതെ മറ്റുള്ളവരെ വളർത്താൻ ശ്രമിക്കുന്ന ഒരു മാനേജറിനെയാണ് എംപവർമെൻറ്റ് ബൈ മാനേജേഴ്സ് എന്ന് പറയുന്നത്.
So managers who treat his subordinates as partners and share responsibilities with them is likely to get the best. And ഇതിൽ നിന്ന് മനസ്സിലായത് എന്താ, നമ്മളിങ്ങനെ പണ്ടത്തെ കാലത്ത് ഓക്കെ ഞാൻ പറയും താൻ കേൾക്കും എന്നുള്ള രീതിയിലുള്ള ഒരു മാനേജർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് ഇപ്പം എന്താണ്, മറ്റൊരാൾക്ക് റെസ്പോൺസിബിലിറ്റീസും അവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുന്നത്. ഇനി എന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്നാണ് പറയുന്നത്. സോ ദ ടേം QWL അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസിക്കലി ദ ഫേവറബിൾനെസ് ആൻഡ് അൺഫേവറബിൾനെസ് ഓഫ് ദ ടോട്ടൽ ജോബ് എൻവയോൺമെൻറ്റ്. അതായത് ഇപ്പം ഞാൻ എൻ്റെ QWL എൻ്റെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, നമ്മുടെ വർക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തുമാത്രം ആ അവിടുത്തെ എൻവയോൺമെൻറ്റും അവിടുത്തെ പീപ്പിളിനോടും എനിക്കൊരു ഫേവറബിൾനെസ്സും അൺഫേവറബിൾനെസ്സും ഉണ്ടെന്നുള്ളതിനെ ഡിറ്റർമിൻ ചെയ്തിട്ടിരിക്കും. സോ QW കുറേ പ്രോഗ്രാംസ് ഉണ്ട്. QWL പ്രോഗ്രാംസ് ആർ അനദർ വേ ഇൻ വിച്ച് ഓർഗനൈസേഷൻ റെക്കഗ്നൈസ് their responsibility to develop job and work conditions. അപ്പോൾ ഈ QWL വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ വർക്ക് കണ്ടീഷൻസും ജോബും എല്ലാം നമ്മൾ എന്താ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആവണം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നത്. ദാറ്റ് ആർ എക്സലൻറ്റ് ഫോർ പീപ്പിൾ. അതായത് ഇത് ഓർഗനൈസേഷന് വേണ്ട ഒരു കാര്യമാണ്. എന്ത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, അതായത് എൻ്റെ ജോബിൻ്റെ എൻവയോൺമെൻറ്റും പീപ്പിളും എനിക്ക് ഫേവറബിൾ ആവണം. അൺഫേവറബിൾ ആകുമ്പോൾ എൻ്റെ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് താഴോട്ട് പോകും എന്നുള്ളൊരു തിരിച്ചറിവ് ജോബിനെ കുറച്ചും കൂടെ എന്ത് ചെയ്യും, നല്ലതാക്കാൻ, നമ്മൾ പറയുന്ന പോലെ കുറച്ചും കൂടെ പെർഫോമൻസ് കൂട്ടാൻ ഇൻക്രീസ് ചെയ്യും. സോ ദ എലമെൻറ്റ്സ് ഇൻ എ ടിപ്പിക്കൽ ഈ QWL പ്രോഗ്രാംസ്, ഇനി എങ്ങനെയൊക്കെയാണ് QWL പ്രോഗ്രാംസ് ഉണ്ടാകുന്നത് അല്ലെ QWL എൻറിച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ്, ഇക്വിറ്റബിൾ റിവാർഡ് സിസ്റ്റം. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ആൾക്കാരോട് മാത്രം ഞാൻ ഇൻഫർമേഷൻസ് കൊടുത്തു മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുകയല്ല, എല്ലാവർക്കും ഒരുപോലെ ആക്സസിബിൾ കമ്മ്യൂണിക്കേഷൻ കൊടുക്കും. ഇക്വിറ്റബിൾ റിവാർഡ്, ഇക്വിറ്റബിൾ എന്താണ്, ഓരോരുത്തരുടെ ഇൻപുട്ടിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് കൊടുക്കും. അതിന് ഫെയർ ആയിട്ടുള്ള പ്രോസസ്സ് പറഞ്ഞു കൊടുക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ റിവാർഡ് കിട്ടിയെന്ന് നമ്മൾ പറയും, ഫീഡ്ബാക്ക് കൊടുക്കും. കൺസേൺ ഫോർ എംപ്ലോയി സെക്യൂരിറ്റി, അതാണ് പേഴ്സണൽ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്യും. സാറ്റിസ്ഫൈങ് കരിയേഴ്സ് ആകും. കെയറിങ് സൂപ്പർവൈസർ, പാർട്ടിസിപ്പേഷൻ ആൻഡ് ഡെസിഷൻ മേക്കിംഗ്. ഇതെല്ലാമാണ് ദീസ് ഓൾ തിങ്സ് ലീഡ് ടു എന്താണ്, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ യു വിൽ സേ യു ഹാവ് എ ഫേവറബിൾ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. സോ മെനി ഏർലി QW എഫേർട്സ് ഫോക്കസ്ഡ് ഓൺ ജോബ് എൻറിച്ച്മെൻറ്റ്. പണ്ട് QWL എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണ്, ജോബ് എൻറിച്ച്മെൻറ്റിനെ ആയിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. എൻറിച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, vertical loading. So in addition to improving the work system, QWL programs usually emphasize development of, അപ്പോൾ ബേസിക്കലി QWL എന്ന് പറഞ്ഞാൽ എംപ്ലോയിയുടെ സ്കിൽസും ഒക്യുപ്പേഷണൽ സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ കുറച്ചും കൂടി ഒരു നല്ല ലേബർ മാനേജ്മെൻറ്റ് റിലേഷൻ കൂട്ടാനും ഒക്കെയാണ് ഈ QWL ലക്ഷ്യം വെച്ചിരുന്നത്. സോ ദാറ്റ് ഈസ് QWL. അപ്പോൾ എന്താണ് QWL എന്ന് അടുത്ത സെമസ്റ്ററിൽ ചോദിക്കുമ്പോൾ ഈ പോയിന്റ്സ് എല്ലാമാണ് എഴുതേണ്ടത്. ഓക്കെ, അടുത്താണ് എന്താണ് TQM. അടുത്ത ഒരു കോൺസെപ്റ്റാണ് TQM എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ്. അതായത് അതും ഈ പറഞ്ഞ നമ്മുടെ ഒരു ടോട്ടൽ എന്താ പറയുക ക്വാളിറ്റി, ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് TQM. ഇത് നിങ്ങൾക്ക് ഉണ്ട്, ക്വസ്റ്റ്യൻ ബാങ്കിലുള്ളത് കൊണ്ടായിരിക്കാം ഇത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. സോ TQM അപ്രോച്ച് ഗെറ്റ്സ് എവറി എംപ്ലോയി ഇൻവോൾവ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ കമ്പനി ടോട്ടൽ ക്വാളിറ്റി അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് പോകണമെങ്കിൽ എല്ലാവരും ഗെറ്റ് എവറി എംപ്ലോയി ഇൻവോൾവ് ഇൻ ദ പ്രോസസ്സ് ആയിരിക്കണം. അതുപോലെ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഒരു വീട് ക്ലീൻ ആയിട്ടിരിക്കണമെങ്കിൽ ആ വീട്ടിലെ എല്ലാവരും എല്ലാ ദിവസവും അതിനു വേണ്ടി എയിം ചെയ്യണം അല്ലേ, എന്നാലല്ലേ അത് ക്ലീൻ ആകത്തുള്ളൂ. അല്ലാണ്ട് ഒരു ദിവസം ഒരാൾ മാത്രം വിചാരിച്ചാൽ നടക്കുമോ, ഇല്ല. സോ അതുപോലെയാണ് TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എവറി എംപ്ലോയി ഇൻവോൾവ് ഇൻ എവറി ഡേ, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. സോ ദ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് അപ്രോച്ച് കൺസ്റ്റിറ്റ്യൂട്ട്, അതൊരു ഫോർമൽ പ്രോഗ്രാമാണ്. അത് ഇങ്ങനെ നമ്മളൊരു തമാശ കാര്യമൊന്നുമല്ല, ഇറ്റ്സ് എ ഫോർമൽ പ്രോഗ്രാം വിത്ത് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ആണ്. എല്ലാവർക്കും അതിനകത്തൊരു ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രേറ്റഡ്, എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള അപ്രോച്ചാണ്. എന്തിനു വേണ്ടിയിട്ട്, ക്വാളിറ്റി എന്തിൻ്റെ, ആ കമ്പനിയുടെ ഫേമിൻ്റെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ ത്രൂ വെറൈറ്റീസ് ഓഫ് ടെക്നിക്സ്. അതായത് ഇൻ ഷോർട്ട് ആ കമ്പനി ഒരു ക്വാളിറ്റി കമ്പനിയായി മാറാൻ. ഇറ്റ് ടിപ്പിക്കലി ഫോക്കസസ് ഓൺ ക്രിയേറ്റിംഗ് ഹൈ കസ്റ്റമർ. അപ്പം നമുക്ക് TQM ബേസിക്കലി എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു ബ്രോഡ് കോൺസെപ്റ്റിൽ ഹൈ കസ്റ്റമേഴ്സ് ആയിട്ട്. ഇപ്പം നിങ്ങളൊരു കടയിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്കറിയാം, ചില കടയിൽ നമ്മൾ ഒന്നും മേടിക്കാനല്ല പോയെങ്കിൽ പോലും അവിടുത്തെ
എന്താ പറയുക, ആ സെയിൽസ് പേഴ്സൻ്റെ കഴിവ് കൊണ്ട് തന്നെ അവർ നമ്മളെ കൊണ്ട് സാധനങ്ങൾ മേടിപ്പിക്കും. ചില കമ്പനിയിൽ നമ്മൾ അവിടെ നിന്ന് മേടിക്കാൻ പോയാൽ പോലും അവരുടെ കയ്യിലിരിപ്പ് കാരണം എന്താണ്, അവരുടെ റൂഡ് പെരുമാറ്റം കാരണം നമ്മൾ ചെയ്യാതെ പോകും. സോ ആദ്യത്തെ ആൾ, the first employee is focusing on total quality, because എല്ലാവരും പ്രൊഡക്റ്റിൻ്റെ വെൽബീങ് അല്ലെങ്കിൽ കസ്റ്റമർ വെൽബീയിങ്ങിലേക്ക് നയിക്കുമ്പോൾ എന്താ സംഭവിക്കുക, ദ കസ്റ്റമർ ബിക്കം സാറ്റിസ്ഫൈഡ് അല്ലേ. അതുപോലെ തന്നെ ആ മെത്തേഡ്സ് ആണ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. ബിൽഡിംഗ് പാർട്ട്ണർഷിപ്പ് വിത്ത് സപ്ലയേഴ്സ്, അതായത് നിങ്ങൾക്കറിയാവോ, നമ്മൾ ഈവൻ ഡോക്ടേഴ്സിന് പോലും അവർ മരുന്ന് എഴുതുമ്പോൾ അവർക്ക് കമ്മീഷൻ കൊടുക്കത്തില്ലേ അല്ലേ. അപ്പോൾ അവരുടെ അടുത്ത് വരുന്ന മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഈ പറയുന്ന ഡോക്ടേഴ്സിനെ എന്ത് ചെയ്യുന്നത്, ഈ ഹെൽപ്പ് എന്തെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. സോ ദിസ് ഈസ് ഇൻ എ വേ ദേ ആർ ഹെൽപ്പിംഗ്, അല്ലെങ്കിൽ ദേ ആർ ബിൽഡിംഗ് പാർട്ട്ണർഷിപ്പാണ്. എന്ത്, ഞങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ മരുന്ന് മേടിക്കണം. സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ബിൽഡിംഗ് പാർട്ട്ണർഷിപ്പ്. പിന്നെ സെർച്ചിങ്, ഇതൊക്കെ അവരുടെ ടാക്ടിക്സ് ആണ്. എന്തിന്, എൻ്റെ പ്രൊഡക്റ്റ് വിറ്റുപോകാൻ. സോ എവറി പേഴ്സൺ ഇൻ ദറ്റ് കമ്പനി ഈസ് determined to sell the product. അതാണ് ബിൽഡിംഗ് പാർട്ട്ണർഷിപ്പ്. പിന്നെ സെർച്ചിങ് ഫോർ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്സ്, ഓപ്പറേഷണൽ മെത്തേഡ്സ്, അതായത് എപ്പോഴും നല്ല നല്ല മെത്തേഡ്സ്. ഓപ്പറേഷണൽ എന്ന് വെച്ചാൽ അവരുടെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ വരുമ്പോൾ അവരെപ്പോഴും നല്ല നല്ല മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്ത് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റിലേക്ക് അവരെപ്പോഴും നയിക്കും. ഇപ്പം നമ്മൾ പറയും, പണ്ടത്തെ കാലത്ത് നമ്മൾ എഴുതിക്കൊണ്ടായിരുന്നതെന്ന് പറയും ഇല്ലേ, എഴുത്തായിരുന്നു എല്ലാം. ഇപ്പം കമ്പ്യൂട്ടറായി. ഇപ്പം നിങ്ങൾക്കറിയാം, എഴുതുന്നതിനാണ് കമ്പ്യൂട്ടറിനാണോ സ്പീഡ്, ഉറപ്പായിട്ടും കമ്പ്യൂട്ടറിന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കാര്യങ്ങളനുസരിച്ച് നമ്മളത് മാറിക്കൊണ്ടിരിക്കണം. സോ ദാറ്റ് ഈസ് ഇൻ എ വേ ഇറ്റ് ഈസ് എ വേ ടു ഇംപ്രൂവ് ഇറ്റ് ഈസ് എ ടെക്നിക് ടു ഷോ ദറ്റ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. പിന്നെ ട്രെയിനിങ് എംപ്ലോയി എന്താണെന്ന് ഞാൻ മിസ് പറഞ്ഞു. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് പഠിപ്പിക്കുക. നമ്മൾ പറഞ്ഞില്ല, സ്റ്റാറ്റിസ്റ്റിക്സ് എപ്പോഴും നമ്മളെ ഇപ്പോൾ ഒരു കമ്പനിയുടെ പ്രൊഡക്ഷൻ കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ മനസ്സിലാവുന്ന എങ്ങനെ, ഓരോന്ന് പോയി വിറ്റ് വരവ് അതല്ലല്ലോ, സ്റ്റാറ്റിസ്റ്റിക്സിലൂടെയാണ് എന്തോരം വിറ്റു എന്തോരം വിറ്റില്ല എന്നൊക്കെ ഉള്ളത്. സോ അത് മനസ്സിലാക്കണം. മീനിങ് ഇൻവോൾവിങ്, അതുപോലെ ടീം ബേസ്ഡ് ആയിട്ടുള്ള കാര്യത്തിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കണം. ഇതെല്ലാം എന്താണ്, TQMൻ്റെ ഭാഗമാണ്. സോ ഓൾമോസ്റ്റ് എനി ഇഷ്യൂ ഇസ് സബ്ജക്റ്റ്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഇപ്പം ഞാനിപ്പം പറയും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു TQM നടക്കുകയാണെങ്കിൽ, KE കോളേജിൽ ഒരു TQM നടത്തുകയാണെങ്കിൽ, ഞാൻ KEയിലെ സൈക്കോളജി മാത്രമാണ് നോക്കുകയല്ല ചെയ്യുന്നത്. ഞാനിപ്പോൾ അവിടെ തൂക്കുന്നത് ശരിയായില്ല, അല്ലെങ്കിൽ അവിടുത്തെ ലൈബ്രറി ശരിയല്ല, ഞാൻ എന്ത് കണ്ടാലും എന്താ പറയുന്നത്, ഒരു സബ്ജക്റ്റ് ഓഫ് എക്സ്പ്ലോറേഷൻ കൊടുത്ത് എല്ലാവരും എപ്പോഴും ഒരു കണ്ടിന്യൂസ് ക്വാളിറ്റി എൻഹാൻസ്മെൻറ്റിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. സോ അതിനെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ TQM എന്ന് പറയുന്നത്. സോ വിത്ത് ദിസ് നമ്മൾ ഈ ചാപ്റ്റർ തീർത്തു. അതിൽ ഈ പറഞ്ഞ ടോട്ടൽ ക്വാളിറ്റിയും ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫും എംപവർമെൻറ്റും ഒക്കെ അടുത്ത സെമസ്റ്ററിൽ ഉറപ്പായിട്ടും ഉണ്ട്. ഈ സെമസ്റ്ററിൽ 2 മാർക്സിലൊക്കെ ചോദിച്ചെങ്കിലേ ഉള്ളൂ. നിങ്ങൾ ആക്ച്വലി എവിടം വരെ ടെക്നിക്സ് ടു എൻഹാൻസ്, എങ്ങനെ നമുക്ക് ജോബിനെ ഡിസൈൻ ചെയ്യാം, കുറച്ചും കൂടെ ചെയ്യാം എന്നുള്ളത് പോയിന്റ് പറഞ്ഞ് നിർത്തിയാൽ മതി. So with this, we are concluding this module. Thank you.